അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മോമിനിങ്ങളെ. ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. പ്രിയപ്പെട്ടവരെ, ഏറെ സന്തോഷത്തോടെ ആഘോഷത്തോടെ വിനോദയാത്ര പോയ കുടുംബം ഇന്ന് മോർച്ചറിയിലാണെന്നുള്ള വാർത്ത ആ നാട്ടിലെ ആർക്കും വിശ്വസിക്കാനായില്ല. ആ നാട് മൊത്തം ഇന്ന് മൗനത്തിലാണ്ടിരിക്കുകയാണ്. എത്ര സന്തോഷത്തോടെ പോയവരായിരുന്നവർ, അവർക്കിങ്ങനെ സംഭവിച്ചോ എന്നോർത്ത് കേട്ടവരൊക്കെ സ്റ്റക്കായിപ്പോയി. പ്രിയപ്പെട്ടവരെ, മരണം അങ്ങനെയാണ്. കളിക്കുന്ന കളിയിലും ചിരിക്കുന്ന ചിരിയിലും നടക്കുന്ന നടപ്പിലും ഓടുന്ന ഓട്ടത്തിലും പാടുന്ന പാട്ടിലും നമ്മുടെ കൂടെയുള്ളത് മരണമാണ്. ആളുകൾ ഇന്ന് പലതരത്തിലാണ് മരണപ്പെട്ടു പോകുന്നത്. മരിക്കുന്ന നേരത്ത് നമ്മുടെയൊക്കെ കൽബിൽ പടച്ച റബ്ബ് ഈമാൻ നിലനിർത്തി തരട്ടെ. ഈമാൻ വിട്ടുള്ള കളി നമ്മൾ ആരും കളിച്ചുകൂടാ പ്രിയപ്പെട്ടവരെ. മലപ്പുറം തേങ്ങിപ്പാലം കോഹിന്നൂരിൽ വെച്ചുണ്ടായ അപകടത്തിൽ പന്നിത്തടം സ്വദേശികളായ ദമ്പതികളും ഇവരുടെ ബന്ധുവും ഉൾപ്പെടെ 3 പേരാണ് മരിച്ചുപോയത്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നത് പന്നിത്തടം നീണ്ടൂർ കോട്ടപ്പുറത്ത് വീട്ടിൽ ഇബ്രാഹിമിന്റെ മകൻ ഷാഹിദ്, ഭാര്യ ഷഹീന, ഇവരുടെ ബന്ധു ആലക്കോട് സ്വദേശിയായ ജഹാന എന്നിവരാണ് അതിദാരുണമായി മരണപ്പെട്ടുപോയത്. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് ഈ ഒരു അതിദാരുണമായ അപകടമുണ്ടായത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ശ്രദ്ധിക്കണം. മഴയാണ്. മഴക്കാലമാകുമ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ കൂടിക്കൂടി വരികയാണ് ഉണ്ടാകുക. ഇതുപോലൊരു മരണമായിരുന്നു കണ്ണൂരിൽ ഉണ്ടായത്. വിനോദയാത്ര പോയ ഒരു കുടുംബം, ആ കുടുംബത്തിലെ 4 പേര് മരണപ്പെട്ടു. ചെറിയ കൈക്കുഞ്ഞടക്കം ഗർഭിണിയായ സ്ത്രീയും അതിലൂടെ മരണപ്പെട്ടു. നമ്മളൊക്കെ എത്ര കേട്ടിട്ടും പഠിക്കാത്ത ഒരു കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ യാത്ര പോകുമ്പോൾ, ടൂർ പോകണം, വിനോദയാത്ര പോകണം, എല്ലാ രാജ്യങ്ങളും എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണണം. പടച്ചറബിന്റെ എല്ലാ കുതിരത്തും നമ്മൾ കാണണം. ഇതുപോലൊക്കെ നിങ്ങൾ യാത്ര പോകുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുക. ഒരിക്കലും നമ്മുടെ ഡ്രൈവിങ്ങിനോടുള്ള ആഗ്രഹം തീർക്കാനാകരുത് കുടുംബത്തോടൊപ്പമുള്ള ഇതുപോലുള്ള യാത്രകൾ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുക. ജീവനും ജീവിതവും നമ്മുടേത് മാത്രമല്ല, നമ്മൾ കൂടെ കൊണ്ടുപോകുന്ന അവരുടെ സുരക്ഷിതത്വം കൂടി നമ്മൾ ഓർക്കണം. ഒരു കുടുംബത്തിലെ 3 പേരാണ് ഇപ്പോൾ മരണപ്പെട്ടത്. ഇവർക്ക് അപകടം സംഭവിക്കുന്നത് ഇവര് സഞ്ചരിച്ച ഇനോവ കാറ് അവിടെ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് പോയി ഇടിക്കുകയായിരുന്നു. നല്ല മഴയായിരുന്നു. വിനോദയാത്രകളൊക്കെ കഴിഞ്ഞ് മടങ്ങി വരികയാണ് ഈ ഒരു അപകടമുണ്ടാകുന്നത്. അവർ കാണാൻ ആഗ്രഹിച്ചതൊക്കെ കണ്ട് പടച്ച റബ്ബിലേക്ക് മടങ്ങി. ഇവരുടെ കുടുംബത്തിലേക്ക് കയറി ചെന്നാൽ മരണപ്പെട്ട ഷാഹിദ് എന്ന ചെറുപ്പക്കാരൻ പ്രവാസിയായിരുന്നു. 2 ആഴ്ച മുമ്പാണ് നാട്ടിലെത്തിയത്. അങ്ങനെ ഇവരൊക്കെ കൂടി ഒരു ഉല്ലാസ യാത്രക്ക് പ്ലാനിടുകയായിരുന്നു. ഇതുപോലെ തന്നെയായിരുന്നു കണ്ണൂരിലും നടന്നത്. ഇന്നലെ രാവിലെയായിരുന്നു ബന്ധുക്കളുമായി 2 കാറുകളിലായി ഇവർ യാത്ര പോയത്. കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കണ്ട് ഏറെ സന്തോഷത്തോടെ മടങ്ങി വരുന്ന വഴിയായിരുന്നു ഈ ഒരു പെട്ടെന്നുള്ള അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന ഇനോവ കാറ് അവിടെ നിർത്തിയിട്ടിരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കനത്ത മഴയാണ് ഈ അപകടത്തിന് കാരണമുണ്ടാക്കിയത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയാണ് നമുക്ക് പാളിപ്പോയത്. അശ്രദ്ധ, വേഗത, ധൃതി, ഇതൊക്കെയാണ് ഡ്രൈവിങ്ങിലൂടെ നമുക്ക് അപകടമുണ്ടാക്കുന്നത്. അതൊന്ന് അവിടെ പാർക്ക് ചെയ്ത് മഴ ചോർന്നതിന് ശേഷം യാത്ര ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും സംഭവിക്കില്ലായിരിക്കാം. മരണമെന്നുള്ളത് പടച്ചിറവിൻ്റെ വിധിയാണ്, കലാകാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തന്നെ ശ്രദ്ധിക്കണം. പടച്ചിറബ് നമുക്ക് ചിന്താശക്തിയും ബുദ്ധിശക്തിയും തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. കനത്ത മഴ കാരണം ഒന്നും കാണാതെ ആ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആ കാറ് പൂർണ്ണമായും തകർന്നു പോയിരുന്നു. യാ അല്ലാഹ്, പടച്ച റബ്ബ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും എല്ലാവരെയും കാക്കുമാറാകട്ടെ. അപകടം നടന്ന സമയത്ത് മഴയായതുകൊണ്ട് തന്നെ ഇവരെ ആരും കണ്ടതുമില്ല. അങ്ങനെ ഒരാളാണ് ഇവരെ കാണുന്നത്. അവരാണ് നാട്ടുകാരെ വിളിച്ചു വരുത്തുന്നതും. ഉടനെ ഫയർഫോഴ്സും മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ഈ കാറ് വെട്ടിപ്പൊളിച്ച് അതിലുള്ള 3 പേരെയും പുറത്തേക്കെടുക്കുന്നത്. ഉടനെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടു. അവരുടെ സന്തോഷമുള്ള ആഹ്ലാദമുള്ള ആ ഒരു ജീവിതം ഇവിടെ തീർന്നു. പുറകിലുള്ള ബന്ധുക്കളുടെ കാറിലായിരുന്നു ഇവരുടെ മക്കളുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. പാവം മക്കൾ, മാതാപിതാക്കളില്ലാതെ. പടച്ച റബ്ബ് ഇതുപോലുള്ള അവസ്ഥ ആർക്കും വരുത്താതിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള യാത്രകൾ ചെയ്യുമ്പോൾ ദുആ ചെയ്യുക. അതിനുശേഷം നമ്മൾ യാത്ര പോവുക. പടച്ച റബ്ബിനെ മറന്ന് മതിമറന്നുള്ള യാത്ര ആരിലും ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കൂടെ എന്നും ഉള്ളത് നമ്മുടെ മരണമാണ്. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത് തന്നെ നമ്മുടെയൊക്കെ അവസാനം നന്നായി കിട്ടാനാണ്. അതിന് പടച്ച റബ്ബ് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ.
പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പടച്ച റബ്ബ് ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്ന് നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മരണപ്പെട്ടു പോയവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. പെട്ടെന്നുള്ള മരണമാണ് റബ്ബേ. ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ അല്ലാ. പടച്ച റബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. പടച്ച റബ്ബേ, അർഹമുറാഹിമായ റബ്ബേ, മരണപ്പെട്ടുപോയവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. മരണപ്പെട്ടുപോയവരുടെ 3 പേരുടെയും ഖബർ നീ വിശാലമാക്കി സ്വർഗ്ഗ പൂന്തോപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, സ്വർഗം കൊടുക്കണേ അല്ലാ, നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ജീവിതത്തിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ബാക്കിയാക്കിയായിരിക്കും റബ്ബേ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നത്. അവർക്ക് നീ മഹഫിറത്തും മറഹമ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. അവരുടെ കുടുംബത്തിൻ്റെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കണേ റബ്ബേ. നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിഹയും മോദി ഹദിയ ചെയ്യുക ഇൻഷാ അല്ലാ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.